നിക്കടിയോടെ. എവിടെയായിരുന്നു ഇതുവരെ? ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? ഷോപ്പിംഗിന് പോയി, കുറച്ച് ഡ്രസ് എടുക്കാൻ. അതിനെന്തിനാ എത്ര ലേറ്റ്? അതെ, അതിനുശേഷം ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ പോയി. കൊല്ലും. ഒരേട്ടൻ വന്നിരിക്കുന്നു. സ്വന്തം പെങ്ങളെ പോലും വിശ്വാസമില്ല. ദേ ഇതുണ്ടോ, ഏട്ടൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും നേരം കളഞ്ഞു വിളിച്ചത്. എന്തെടുത്താലും പിടിക്കില്ലല്ലോ. ഇതെങ്ങനുണ്ട്? നിന്നെ പോഴ്ത്തി പറയല്ല, ഒട്ടും നിനക്ക് സെലക്ഷൻ സെൻസ് ഇല്ല. എന്നാലേ എന്റെ പൊന്നു മോനും ഇടണ്ട. അല്ല, എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടുതലുള്ളോണ്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഹൃതിക് റോഷൻ അല്ലേ മങ്കി? നോക്കമ്മ, എന്റെ ചെവി പൊന്നാക്കി. എന്തിനാണ് അവളെ ഉപദ്രവിക്കുന്നത്? പിന്നെ എന്നെ കൊരങ്ങാന്ന് വിളിച്ചാ? അയ്യോ, കൊരങ്ങാന്നൊന്നും ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലടി? ഇല്ല, ഞാൻ മങ്കി എന്നല്ലേ വിളിച്ചത്. കേട്ടാമേ, ചേട്ടനെ എങ്ങനെ മങ്കി എന്നൊക്കെ വിളിക്കാം? ഏട്ടാ, ഇനി ഞാൻ മങ്കി എന്നൊന്നും വിളിക്കില്ല കേട്ടോ. കുഴപ്പമില്ല, കൊരങ്ങാന്നേ വിളിക്കൂ. ഇവളുടെ ഒരു കാര്യം. മോളെ, നീ ഒന്ന് കുളിച്ച് റെഡിയാവും. അമ്പലത്തിൽ പോണം, അജിത്തും വരുന്നുണ്ട്. അമ്മേ, ഏട്ടൻ ഒരുപാട് മാറിപ്പോയില്ലേ? ആ പഴയ കളിയും ചിരിയൊക്കെ. ശരിയാ, ഞാനും ആലോചിക്കായിരുന്നു. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആ കുട്ടിയോടാ. അമ്മ ആരുടെ കാര്യമായി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ അന്നിവിടെ വന്നൊരു ഫ്രണ്ടിനെ കുറിച്ച്. അവനുമായുള്ള കൂട്ട അജിത്തിനെ ഇത്രയും മാറ്റിയത്. ആ കുട്ടിക്ക് 100 പുണ്യം കിട്ടും. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? നീ പറഞ്ഞാ മതി. 2 പ്ലേറ്റ് ഫ്രൈഡ് റൈസ്, പിന്നെ 2 ബട്ടർ ചിക്കൻ. ഗ്രീൻ സലാഡ് ഇല്ലേ? ഉണ്ട് സർ. അത് മതി. ശരി. എന്താടാ, എന്തോ നിനക്ക്? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തോ ഒന്ന് നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്താടാ? അത് ഒന്നുമില്ല. പറയടാ. ഞാൻ ഇവിടെ വെച്ചൊരു പെണ്ണിനെ വളരെ യാദൃശ്ചികമായി കണ്ടടാ. പിന്നീട് പലവട്ടം ഞാൻ അവളെ കണ്ടു. ആരാന്നോ എവിടെ നിന്നാണെന്നോ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. ഇപ്പൊ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അവളെ കുറിച്ച് ഓർത്തോണ്ടാ. 1-2 വട്ടം ഞാൻ മിണ്ടാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. അവളാണ് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോണ പെണ്ണെന്നൊരു തോന്നൽ. എല്ലാം അവളോട് തുറന്ന് പറയണം. നീയും കൂടെ വരണം എന്റെ കൂടെ. നിന്റെ സപ്പോർട്ട്. ഈ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ് എന്നൊക്കെ കവിതയിലും നോവലിലൊക്കെ വായിക്കാൻ കൊള്ളാം. പ്രേമം ആളുകളെ തമ്മിൽ അടുപ്പിക്കും, കുടുംബ ബന്ധങ്ങളെ തകർക്കും, മനസ്സമാധാനം കെടുത്തും. അതൊന്നും വേണ്ട, വിട്ടേക്ക്. നീ അവളെ ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മറന്നേക്കാം. നിന്റെ ഇഷ്ടം. നിന്നെ തിരുത്താനുള്ള അധികാരം എനിക്ക് ഉണ്ടോന്നറിയില്ല. എങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു റൗഡിത്തരങ്ങളായിട്ട് നടന്ന് എന്നെ നേർവഴിക്കാക്കിയത് നീയാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അമ്മ നിന്നെ തിരക്കി നിന്നെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. വീട്ടിൽ വന്നപ്പോ നിന്നോടങ്ങനെ പെരുമാറിയതിൽ അമ്മയ്ക്ക് കുറ്റബോധമുണ്ട്. നീ വീട്ടിൽ വന്നേ പറ്റൂ. അജിത്, അജിത്, അജിത് അവിടെ നിൽക്കാൻ. അജിത്, എന്താണ്? ആരാവൻ? വിശദീകരിക്കാൻ മാത്രം വലിയ മഹാനൊന്നുമല്ല. മിസ്റ്റർ, ആരാ നിങ്ങൾ? എന്താ പ്രശ്നം?
നമുക്ക് പോരായില്ലേ? ഇതാ പോണു. ആ വാ, അകത്തേക്ക് വാ. മോന് വിഷമം കാണുമെന്നറിയാം. അന്നത്തെ എന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ മറക്കണം. അമ്മ എന്ന് എന്ത് പറഞ്ഞു എന്നാ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട് മോനോട്, അജിത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ. അവനെ കുറിച്ച് എനിക്ക് പേടിയായിരുന്നു. സമയത്തിന് വീട്ടിൽ വരില്ല, തല്ലും വഴക്കും. ഇപ്പൊ ഒക്കെ മാറി. അജിത്തില്ലേ? മോളിലുണ്ട്. ആ. നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഒരു 5 മിനിറ്റടാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ല റെയിൽവേ സ്റ്റേഷനിൽ പോണോന്ന്. 9 മണിക്കുള്ള ട്രെയിനിൽ അവള് പോണത്. ഓ, എല്ലാം കൃത്യമായിട്ട് കാണാപ്പാടാക്കി വെച്ചിരിക്കാണല്ലേ. നീ നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. ആ. ദേ, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓ, ഏട്ടാ ഞാൻ ഇറങ്ങാം. ആ ഞങ്ങളാ. ഓ, നിന്നെ പരിചയപ്പെടുത്തിയില്ലേ? എടി ഒന്നോ പരിചയപ്പെടുത്തലേക്ക് പിന്നെ ആകാം. നീ വേഗം റെഡിയാകും, സമയം പോണു. ഒന്ന് ഇരുന്ന് കഴിക്കണേ. സമയമില്ല, മതി അമ്മേ. ട്രെയിൻ എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒന്ന് വെറുതെ ഇരിരാ. അമ്മേ, ഞങ്ങൾ ഇറങ്ങാ. കാപ്പി കുടിച്ചിട്ട് പോവാൻ മക്കൾ. വേണ്ട വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇവന് അത്യാവശ്യം ഒരാളെ കാണാനില്ല. ആരെയാ മോനെ? ഫ്രണ്ട് വാടാ. എന്നാലും കാപ്പി കുടിച്ചിട്ട് പോവാന്നേ. അയ്യോ, ഞാൻ ഇനിയും വരില്ല അമ്മേ. പോട്ടെ പോട്ടെ മേ. ആരാമ്മ ഇത്? അജിത്തിന്റെ ഫ്രണ്ടാ. പാല് കുടിച്ചിട്ട് പോവാൻ മോളെ. അയ്യോ വേണ്ട. വൈകുന്നേരം വരെ ഇരിക്കണ്ടല്ലേ, കഴിച്ചിട്ട് പോയാ എന്നോട് ഒരു കാര്യം. എവിടെയാണ്? ഇപ്പൊ വരുവാടാ. അതെ, എന്റെ പെങ്ങള് വന്നു പോണ സ്റ്റേഷനത്. അവളെ ഞാനിത് അറിഞ്ഞ എന്റെ മാനം പോകും. എന്താ ഇവിടെ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്ന അവൻ ആരെ കാണാനെന്ന് പറഞ്ഞു. ആ ഡാ. ഇത് വിജയ്, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഇത് ഗീതു, എന്റെ പെങ്ങളാ. ഹലോ. ഹലോ. ഞാൻ പറ്റേ സമയായി. ആ പൊക്കോ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അവളുടെ കുത്തി കുത്തി ഓരോ ചോദ്യമുണ്ട്. ഇവിടെ ആരെ കാണാൻ വന്നാണ്? ഫ്രണ്ടിന്റെ ആരാ വരാനുള്ളത്? നിനക്കെന്താ പറ്റി? നിന്റെ ആള് ദൂരം വന്നില്ലേ? ഇല്ല, ഇനി വരുമെന്ന് തോന്നുന്നില്ല. വാ പോവാം. കേട്ടിട്ട് എനിക്കൊരു ഞെട്ടലും തോന്നുന്നില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇതൊരു വഴിത്തിരിവായിട്ട് കരുതിയാൽ മതി. എന്നാലും ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ സിസ്റ്ററെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം ഒന്നും അല്ലിത്. അജിത്ത് എങ്ങാനും ഇത് അറിഞ്ഞാലോ പെട്ടെന്ന് കെട്ടിടത്തി തരും. അല്ലാതെന്താ മോനെ, അവൻ നിന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാ? ഇപ്പോ. അതിനു മുമ്പ് നീ ഗീതുവിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അവൾ ഇവന്റെ പെങ്ങളായി പോയത് നിന്റെ കുറ്റാ. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അല്ലേ? കൂട്ടുകാരന്റെ ഭാര്യയെ പ്രേമിക്കുന്നതാണ് തെറ്റ്. കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിക്കാൻ പാടില്ലെന്ന് ഒരു നിഘണ്ടുവിലും ഇല്ല. നല്ല തറവാട്. അജിത്ത് ഫ്രണ്ട് ആയതുകൊണ്ട് കാര്യങ്ങൾ വീസി. എപ്പോ വേണേലും വീട്ടിൽ കയറി ചെല്ലാൻ, സംസാരിക്കാം, കത്തോ കിത്തോക്കെ കൊടുക്കുകയും ചെയ്യാം. കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണ കേട്ടില്ലേ? ഓ, ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞൂടാത്ത പോലെ. കല്യാണത്തിന് മുമ്പ് നീ എന്നെ എത്ര പ്രാവശ്യം പട്ട് മുട്ടയൊക്കെ ചെയ്തു എന്ന് പറയാൻ പോവായിരുന്നു. കുഞ്ഞിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ഓരോ എടീ, കിട്ടേണ്ട സുഖം കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ ജീവിതം നായ നക്കും. ചേട്ടനെ പോലെ. അതെ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടോ? നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. തീരുമാനം ഉണ്ടാക്കാൻ എവളാ മിടുക്കി. ചേച്ചി, എന്റെ പൊന്നു മോനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചൊന്ന് കുപ്പിയിലാ. വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന കൊള്ളാം. അവളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കുപ്പിയിലാക്കാൻ. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ പോലെ ആയിപ്പോ. എന്താണ് ഇപ്പൊ പറയുന്നത്?